ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് ജപ്തി നടപടികൾ കണ്ട് ആകെ തകർന്നിരിക്കുന്ന രാഘവൻ നായർ പറഞ്ഞു കേൾക്കുമ്പോ വിഷ്ണുവിന് അങ്ങ് സങ്കടമൊക്കെ ഉണ്ടടാ. പക്ഷേ കരയാനൊരു മടി. നമ്മളിപ്പോ ഇത് കുറെ ദിവസമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ചടങ്ങല്ലേ, മനസ്സിന് പറഞ്ഞ് പദം വരുത്തിയിരിക്കുക എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുമ്പോ വിഷ്ണുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുക. അച്ഛനീ പറയുന്നതെല്ലാം എന്റെ നെഞ്ചിലേക്കാവും അന്ന് തറയ്ക്കുന്നത്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി എന്ന് പറഞ്ഞ് വിഷ്ണു രാഘവേട്ടനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണേ. ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക ചന്ദ്രബോസ്. ഇതേ സമയം പൊന്നിപ്പോഴും വിളക്കിന്റെ ബാക്കി ഭാഗം ഇങ്ങനെ തരുമ്പോ ആ ബാഗിന്റെ അടിയിൽ നിന്ന് കിട്ടണേ. അത് കിട്ടുമ്പോഴാ ബാമയുടെ മുഖത്തൊരു സന്തോഷം വരുന്നത്. ദാ കിട്ടി സത്യമേ, ബാമറിയും ഇപ്പോഴാ ഒരു സമാധാനമായത്. ഇതേ സമയം വിഷ്ണു രാഘവേട്ടന്റെ കവളിൽ പിടിച്ചിട്ട് പറയും, എന്ന് കരുതി നമ്മൾ തോറ്റുകൊടുക്കുന്നില്ല, എത്രയില്ലെങ്കിലും ഇതിന്റെ ഒപ്പം വരുന്നൊരു വീട് നമ്മൾ എടുക്കും. ഇത് കേൾക്കുമ്പോ ജോൺ സാറും ബോസൊക്കെ എടുത്ത തന്നെ എന്നുള്ള ഭാവത്തില് പുച്ഛിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ബോസ് വന്നിട്ട് പറയും, അതെ വീടടച്ച് സീൽ ചെയ്യാൻ പോവാ. ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് ജഡ്ജി ഒരു ചോദ്യം ചോദിക്കും, അവസാന ആഗ്രഹം എന്താണെന്ന്. അതുപോലെ അങ്ങ് ചോദിക്കുവാണേ, കൊറേ ഉണ്ടുറങ്ങിയ വീടല്ലേ, ഒന്നുകൂടി കാണണമെന്നോ, ഇവിടുത്തെ തൂണിലും തുരുമ്പിലൊക്കെ പിടിച്ച് കരയണം, അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിലേ ഒരു 5 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ അങ്ങ് തീർത്തേക്കണം. അല്ലെങ്കിലേ ഈ അടച്ചുപൂട്ടി സീൽ ചെയ്യുന്നത് ഒരു മഹത്തായ ചടങ്ങാണേ, അതാണ് ഈ വീടിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞ് ബോസ് ചിരിക്കണേ. വിഷ്ണുവിന് ദേഷ്യം അടിമുടി കയറി നിൽക്കണേ. ചന്ദ്രബോസെ, ചത്താലും തീരില്ലടാ നിന്റെ ഈ തരം താഴ്ന്ന സ്വഭാവം. ബോസ് ആ എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിക്കും. വിഷ്ണു പറയും, ഒരു കുടുംബ പെരുവഴിയിൽ ഇറങ്ങി നിൽക്കുന്നത്, മാനസികമായി മുറിവേറ്റ് നിൽക്കുന്നവരുടെ മുറിവില് വീണ്ടും വീണ്ടും കുത്തി നോവിക്കുക. ഇതിൽ നിന്നും എന്ത് സുഖടാ നിനക്ക് കിട്ടുന്നത്? ബോസ് പറയും, ഇതിന്റെ ഒരു വാശിയാടാ, നിന്നെയും നിന്റെ കുടുംബത്തെയും ഇതുപോലെ ഈ വീട്ടിൽ നിന്ന് ഇറക്കാന്നുള്ളത് ഞാൻ എന്റെ സുസ്മിതയ്ക്ക് കൊടുത്ത വാക്കാടാ, അതാടാ ഞാൻ പാലിക്കുന്നത്. വിഷ്ണു പറയും, പക്ഷേ ഈ രാത്രി കൊണ്ടൊന്നും ഈ ലോകം അവസാനിക്കില്ലല്ലോ ബോസേ. ഇപ്പൊ പന്ത് നിന്റെ കോർട്ടിലായിരിക്കാം, നീ ഗോളും അടിക്കും, പക്ഷെ തിരിച്ചെണ്ണം പറഞ്ഞ് നിന്നെ കൊണ്ട് പറയിച്ച് തിരിച്ചടിക്കും. വിഷ്ണു ഇതൊന്ന് കുറിച്ചിട്ടോ. ബോസ് പറയും, എടാ കൊച്ചനെ, ഇനി ഒന്നിനും നിനക്ക് നേരം കാണില്ലടാ, നീയേ ഇതുവരെ പഠിച്ചതൊന്നും അല്ല ജീവിതം, നീ ഇനി പഠിക്കാൻ പോകുന്നതാ യഥാർത്ഥ ജീവിതം. എടാ വിഷ്ണു, നീ അമ്മ മകനായി കാള കളിച്ച് നടന്നപ്പോ ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം പെട്ടെന്ന് തലയിലേക്ക് കയറുന്നേ നീ ഓർത്തു കാണില്ല. നിനക്കിനി നല്ല സമയാടാ. വാടക വീട് കണ്ടുപിടിക്കണം, അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കണം, പിന്നെ നിന്റെ കുത്തുകൊണ്ട് കിടക്കുന്ന ഭാര്യയുടെ വിശേഷങ്ങൾ തിരക്കണം, അവിടെ ചെലവിന് കൊടുക്കണം, ഇവിടെ ചെലവിനുള്ള വക ഉണ്ടാക്കണം. അങ്ങനെ മൊത്തത്തില് തലയ്ക്ക് വട്ട് കയറി നിൽക്കുന്ന നിനക്ക് പിന്നെ എപ്പോഴാടാ നിനക്ക് എന്നോട് പ്രതികാരം വീട്ടാനുള്ള സമയം? നീ പെട്ടു. അതെ, നിന്നെ ഞങ്ങൾ അങ്ങ് പെടുത്തി. എടാ 10 രൂപയ്ക്ക് നീ തെണ്ടുന്നത് എന്റെ കൺമുന്നിൽ കാണുക കൂടി ചെയ്ത എന്റെ ജന്മം സഫലായെന്ന് ഞാൻ അടിവരായിട്ട് പറയൂടാ. വിഷ്ണു, നിന്റെ ജന്മം സഫലായെന്ന് നീ മാത്രമേ പറയൂ. കാരണം നിന്നെ ജനിപ്പിച്ചു പോയതിന്റെ പേരില് ശപിക്കുന്ന ഒരച്ഛനെയും അമ്മയെയും എനിക്കിപ്പോ എന്റെ മുന്നിൽ കാണാം. ആ ഒരു അവസ്ഥയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടെത്തിക്കും. അതിനിടയ്ക്ക് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്രൂരതകൾ മുഴുവൻ നീ ചെയ്യേ, അതുവരെ സഹിക്കാൻ ഞാൻ തയ്യാറാ. അപ്പോഴേക്കും ജോൺ അബ്രഹാം വന്നിട്ട് പറയും, രാഘവൻ നായരുടെ പേരിലുള്ള വീടും സ്ഥലവും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ജപ്തി ചെയ്ത് സീൽ ചെയ്ത് റവന്യൂ വകുപ്പിന്റെ സംരക്ഷണ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇത് കേൾക്കുമ്പോഴും എല്ലാവരുടെ ഉള്ളിലും വേദനിക്കുന്നുണ്ട്. അനധികൃതമായി ഇനി ഈ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നതും വൃക്ഷങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും കേടുപാടുകൾ വരുത്തുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ വേണ്ട നടപടികൾ എടുക്കുമെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞ് സീല് വെക്കാനായിട്ട് അവര് പോകുമ്പോ ബോസ് വിഷ്ണുവിനെയും രാഘവേട്ടനെയും നോക്കി പൊട്ടിച്ചിരിക്കും. ശേഷം അവർക്ക് പിന്നാലെ പോയി അവര് സീല് വെക്കുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ ആയി ഫോണിലെല്ലാം പകർത്തുന്നുണ്ട്. അങ്ങനെ സീലും കൂടെ വെക്കുമ്പോ രാഘവേട്ടന്റെ ചങ്കൊക്കെ പെടയണേ. ഇനി നമുക്ക് ഈ മണ്ണിൽ നിൽക്കാൻ പോലും സ്ഥാനമില്ലല്ലേ. പിള്ളച്ചേട്ടൻ പറയും, എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൂടെ സങ്കടപ്പെടുത്തുന്നത്? പറ്റുന്നില്ലടോ എന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടനോടൊപ്പം രാഘവേട്ടനും കരയാനേ. മരണം വരെ ഇവിടെ ഉണ്ടാവണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. ആ മോഹ ഇപ്പൊ അവര് അടച്ചുപൂട്ടിയത്. ഭാമയുടെ കയ്യില് ഒരു ഷോപ്പറുണ്ട്, അതില് കൃഷ്ണ വിഗ്രഹവും വിളക്കും മാത്രം. ഈ നൃത്തം എല്ലാം ബോസ് ഇങ്ങനെ ഫോണില് പകർത്താ. അങ്ങനെ ഭാമ അവരുടെ അടുത്തേക്ക് ചെന്ന്, കഴിഞ്ഞോ എന്ന് നോക്കുമ്പോ രാഘവേട്ടൻ തളർന്നിരിക്കാ. വിഷ്ണു പറയും, അമ്മേ നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. ഭാമയ്ക്കും, എവിടേക്കാ നീ ഞങ്ങളെ വിളിക്കുന്നത്? നിന്റെ അച്ഛൻ വീട്ടിലേക്കോ? സത്യഭാമയെ അതിന് കിട്ടില്ലടാ. നീ വേണമെങ്കിൽ നാണം കെട്ട് അവിടെ പോയി കിടന്നോ, ഞാനും രാഘവേട്ടനും അവിടേക്കില്ല. ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അഭിമാനം നഷ്ടപ്പെട്ടിട്ടില്ല. രാഘവേട്ടാ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് കൈ പിടിക്കും. ശേഷം പറയും, പിള്ളേ ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ എടുത്തോ. പിള്ളച്ചേട്ടൻ കരഞ്ഞുകൊണ്ട് പറയും, സത്യമേ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഭാമറിയും, അതേ പിള്ളേ, ഈ ഭഗവാന്മാരെ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ, പിന്നെ അവളുടെ കയ്യിലുള്ള ആ വിളക്കും. ഇവര് കൂടെ എന്നെ കൈയൊഴിഞ്ഞാ പിന്നെ എനിക്ക് പിന്നെ ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കാനാവില്ല. അപ്പോഴേക്കും അവിടേക്ക് ഓട്ടോറിക്ഷ വരുമ്പോ ഭാമറിയും, ഞങ്ങൾക്ക് പോവാനായിട്ടേ ഞാൻ വിളിച്ച വണ്ടിയാ, വാരാക്കേട്ടാ എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോ വിഷ്ണു ആ കൈ പിടിച്ചിട്ട് വയ്ക്കും. അമ്മ ഇത് എങ്ങോട്ടാ പോകുന്നത്?
അതറിയാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ? ഭാമറിയും ഇല്ല. ആദ്യം നീയെ ഒരു മകന്റെ കടമ നിർവഹിക്ക്. പെറ്റമ്മയെയും സ്വന്തം അച്ഛനെയും സ്വന്തം കാലിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കരുത്ത് നേടിയിട്ട് വാ. എന്നിട്ട് ഞങ്ങൾ വരാം. അതുവരെ ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാം. പിന്നാലെ വരരുത് നീ. അതിനുള്ള അർഹത പോലും നിനക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ വിഷ്ണുവിന് സങ്കടം ഒന്നുകൂടെ ഇരട്ടിയാവണേ. എല്ലാം വിഷ്ണു ചെയ്തു വെച്ച പോലെ ഇപ്പൊ ഭാമ സംസാരിക്കുന്നത്. വാ രാഘവേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ രാഘവേട്ടനെ എഴുന്നേൽക്കാൻ കൂടി പറ്റുന്നില്ല. അത്രയും തളർന്നു പോയിട്ടുണ്ട്. അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് ഭാമ രാഘവേട്ടനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ കൈവിട്ട് രാഘവേട്ടൻ എഴുന്നേറ്റ് വിഷ്ണുവിനെ അങ്ങ് എഴുന്നേറ്റ് നിന്ന് കെട്ടിപ്പിടിച്ച് ആ തോളിൽ ചേർന്ന് കിടക്ക. ബോസ് ആണെങ്കിൽ ഇതെല്ലാം കണ്ട് രസിക്കാണേ. ഭാമയ്ക്ക് സങ്കടം ഉണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ പിള്ളേ രാഘവേട്ടനെ പിടിച്ചോണ്ട് വാ, പൊന്നി നീ വിളക്കും കൊണ്ട് വന്നേ എന്ന് പറഞ്ഞ് ഭാമ എവിടുന്ന് പോവാ ഓട്ടോയിൽ കയറാൻ. പോവാൻ നേരം ബോസിനെ നോക്കും. ബോസ് ചിരിക്കുമ്പോ ഭാമ പറയും പറഞ്ഞേക്കള്ളോട് തൽക്കാലം ജയിച്ചു. ബോസ് ഓ എന്നൊക്കെ പറഞ്ഞ് കളിയാക്ക. അങ്ങനെ സങ്കടത്തോടു കൂടി എന്നാ ദേഷ്യം മുഖത്ത് കാണിച്ചുകൊണ്ട് ഭാമ എവിടുന്ന് പോവാണേ. പിള്ളച്ചേട്ടൻ വാ സാറേ പോവാം എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിക്കുക. ഇറങ്ങാൻ നേരത്തും പിള്ളച്ചേട്ടനോട് തനിക്കിനി എന്റെ ചീത്ത കേൾക്കില്ലല്ലോ, തിരക്ക് പിടിച്ച് വീട്ടിൽ നിന്ന് വരെയും വേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടത്തിൽ കരയാ. ഇതൊക്കെ ആ ദുഷ്ടനായ ചന്ദ്രബോസ് ഫോണിൽ പകർത്തി രസിക്കുക. അങ്ങനെ രാഘവേട്ടൻ വീണ്ടും ഓരോന്നോരോന്ന് പറഞ്ഞിങ്ങനെ കരയുമ്പോ ഭാമ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. രാഘവേട്ടൻ വരുന്നേ ഇല്ല. അതിരെ ഭാമ അടുത്ത് വന്നിട്ട് വാ രാഘവേട്ട ഇനി പറിച്ചിലും ചോദ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് കൈ പിടിച്ച് നടക്കാൻ തുടങ്ങുമ്പോ അമ്മേ എന്ന് വിളിച്ച് വിഷ്ണു തടയുമ്പോ വിളിക്കരുത് നീ അങ്ങനെ. പിന്നാലെ വന്നാ പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും നീ ഇനി ജീവനോടെ കാണത്തില്ല. ജീവനോടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ തട്ടി മാറ്റിയിട്ട് വാ രാഘവേട്ട എന്ന് പറഞ്ഞ് രാഘവൻ നായരെ വിളിച്ച് ഭാമ ആ പടി ഇറങ്ങാണേ. വിഷ്ണു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുക നിസ്സഹായനായിട്ട്. അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ആ വീട് ഉപേക്ഷിച്ച് രാഘവേട്ടനും അതുപോലെ ഭാമയും ആ ഓട്ടോയിൽ കയറി അവിടുന്ന് പോവാ. പിള്ളച്ചേട്ടനും പൊന്നിയും വിഷ്ണുവും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ബോസ് ആണെങ്കിൽ ഇതെല്ലാം വീഡിയോയില് അതായത് ഫോണിൽ പകർത്ത ഒരു വീഡിയോ ആയിട്ട് ശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്ത വിഷ്ണുവിന്റെ മുഖം ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ആ വീഡിയോ നിർത്തുന്നത്. ശേഷം വിഷ്ണുവിന്റെ മുന്നിൽ നിന്ന് പൊട്ടിച്ചിരിക്കും. ഇതെല്ലാം നീ എടുക്കുന്നത് അവളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേടാ? ഇതിനെ ഒരു രണ്ടാം ഭാഗം കൂടെ ഉണ്ടെന്ന് സൂചിപ്പിച്ചേക്ക് അവളോട്. അതിൽ അഭിനയിക്കുന്നതേ നീയും അവളെ ആയിരിക്കും. സുസ്മിത ചത്ത് മലർന്നു കിടക്കുന്ന നീയും അത് അഭിനയിക്കല്ല ജീവിതാണെന്ന് മനസ്സിലാക്കുന്നതേ നീയൊക്കെ അങ്ങ് പരലോകത്ത് ചെന്നായിരിക്കും. കിടത്തും ഞാൻ രണ്ടിനെയും വെള്ള പതപ്പിച്ച്. ഇപ്പൊ ബോസ് ഒന്ന് പേടിക്കുന്നുണ്ട് ഡാ എന്ന് പറഞ്ഞ ദേഷ്യത്തിലെ വിഷ്ണുവിന്റെ കോളറിൽ കീഴെ പിടിക്കും. കുറെ നേരായി നീ ചൊറിയുന്നു. ദുഃഖക്കടലിൽ കിടക്കല്ലേ അതിന്റെ കുത്തിലാണെന്ന് കരുതി കണ്ണടച്ചപ്പോ പിന്നെയും അങ്ങ് നെഞ്ചത്തോട്ട് കയറടാ. അവിടെയുള്ള എല്ലാവരോടും പറയും എന്നെ ഇവന് തീർക്കണമെന്ന്. എങ്കിൽ തീർക്കടാ. ഈ യൂണിഫോമിനെ തൊട്ട ആ നിമിഷം നീ വിവരം അറിയും. അതിൽ വിഷ്ണു മാറി നിക്കടാ അങ്ങട്ടെ എന്ന് പറഞ്ഞ് ആ കൈയും തട്ടി മാറ്റി നെഞ്ചത്തൊരുറ്റ ഉന്ത് വെച്ചു കൊടുക്കും. അതിലെന്നെ ബോസ് അവിടെ പോയി വീഴും. ബാക്കിയുള്ള പോലീസുമാരെല്ലാം ഇത് കാണുമ്പോ ഓടി വരുന്നുണ്ട്. വിഷ്ണുവിന്റെ നേർക്ക് ചെല്ലുമ്പോ ബോസ് പറയും വേണ്ട നിക്കവിടെ എന്ന് പറഞ്ഞ് അവരെ പിടിച്ചു നിർത്തണേ. വിഷ്ണു മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് നിർത്തം നിൽക്കുന്നുണ്ട് ബോസിനെ നോക്കിക്കൊണ്ട്. എടാ ബോസേ അടങ്ങി നിൽക്കഞ്ഞ്. കാൽച്ചുവട്ടിലെ മണ്ണ് മുഴുവൻ ഒളിച്ചു പോയതുകൊണ്ട് പെരുവിരൽ ചവിട്ടി തന്നെയാ നിൽക്കുന്നത്. ഇനിയും ചവിട്ടി താഴ്ത്താൻ വന്നാ ഞാൻ അടക്കി മാറ്റി നിർത്തിയതെല്ലാം എനിക്ക് പുറത്തെടുക്കേണ്ടി വരും. എടാ നീ എന്ന് പറഞ്ഞ ബോസ് വീണ്ടും പോകുമ്പോഴേക്കും കയ്യെടുക്കടാ എന്ന് പറഞ്ഞ് വിഷ്ണു തട്ടി മാറ്റും. അപ്പോഴേക്കും ജോൺ എബ്രഹാം പറയും ബോസേ വേണ്ട. വിഷ്ണു പറയും അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുക്കി തീർത്തിട്ട് നമുക്ക് കാണാം ചന്ദ്രബോസേ. നമ്മൾ തമ്മിലുള്ള സെക്കൻഡ് വാറേ നമുക്ക് അവിടെ തുടങ്ങാം. അതുവരെ നീ ഇപ്പോഴത്തെ വിജയം ആഘോഷിക്കേ എന്ന് പറഞ്ഞ് വിഷ്ണു സാധാ ഒരു ബൈക്കാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. ആ ബൈക്ക് എടുത്ത് പോകാൻ തുടങ്ങുമ്പോ പിള്ളച്ചേട്ടൻ അടുത്ത് വന്ന് കരയാ ശരി കുഞ്ഞെ. വിഷ്ണു പറയും നമുക്ക് തിരിച്ചു പിടിക്കാം. അങ്ങനെ വിഷ്ണു പോകാൻ നേരത്തെ ആ വീട്ടിലേക്ക് നോക്കുമ്പോ നല്ല പ്രൗഢിയിലിരിക്കുന്ന ഭാമയെ മുന്നിൽ കാണാണേ. അങ്ങനെയുള്ള ഭാമയാണല്ലോ ഇപ്പൊ ഒന്നുമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. ശേഷം സങ്കടത്തോടു കൂടി വിഷ്ണു അവിടുന്ന് പോവാണ്. ചന്ദ്രബോസിന് നല്ല സന്തോഷമുണ്ട്. എങ്കിലും വിഷ്ണു പറഞ്ഞ ചില വാക്കുകള് കുറച്ച് പേടിയിലാണ് നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഓട്ടോയില് രാഘവേട്ടനെ കൂട്ടി കൃഷ്ണ വിഗ്രഹവും ചേർത്ത് പിടിച്ചിങ്ങനെ സങ്കടത്തോടു കൂടി പോകുന്ന ഭാമേനെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. ഇതിനുശേഷമുള്ള നെക്സ്റ്റ് പ്രമോയിലുള്ളത് എന്താന്ന് വെച്ചാല് വിഷ്ണു നേരെ രോഹിത്തിന്റെ അടുത്ത് പോയി രോഹിത്തിനെ അടിച്ചിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുസ്മിത രോഹിത്തിന് ഈ വീടിന്റെ താക്കോല് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ഈ വീടിന്റെ രാജാവ് ഇനി നീയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്കി രോഹിത്ത് വാങ്ങുന്നുണ്ട്. ഇനി വീട് സ്വന്താക്കാൻ വേണ്ടി രോഹിത്ത് വരെ കൂടെ നിന്നതാണോന്ന് അറിയില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടനെ കൂട്ടി ഭാമ പോയിരിക്കുന്നത് വൃദ്ധസദനത്തിലേക്കാണ്. എന്നാ ആ വൃദ്ധസദനത്തിലെ ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല.
പ്രായപൂർത്തിയായ മക്കളുള്ളിടത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ വീട്ടില്, അതായത് ആ വൃദ്ധസദനത്തില് നിർത്താൻ പറ്റില്ലെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരെ തറപ്പിച്ച് പറയുമ്പോ ഭാമയ്ക്ക് രാഘവൻ നായരെ കൂട്ടി ഇനി എങ്ങോട്ട് പോണെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. ഇതറിയുന്ന രാഘവേട്ടൻ പറയും, എല്ലാം നീ ഉണ്ടാക്കി വെച്ചതല്ലേ ഭാമേ. ഒന്നും പറയാനാവാതെ രാഘവേട്ടന്റെ തോളിലും ചായ ഇങ്ങനെ കിടക്കുന്ന ഭാമയെ ആ പ്രമോല് കാണിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്